ഇപ്പോഴത്തെ ഈ ഒരു ഹാപ്പിനെസിന്റെ കാര്യം നമ്മൾ കുറച്ചു നേരമാണെങ്കിൽ വലിയ ടെൻഷൻ അടിച്ചൊരു ടൈം ഉണ്ടായിരുന്നു. യെസ്, അതാണ് ചേച്ചിയുടെ ഡെലിവറി. കാരണം നമ്മൾ ഒരുപാട് ടെൻഷൻ അടിച്ച്, ഞാനാണെങ്കിലും വീട്ടുകാരാണെങ്കിലും ഒരുപാട് ടെൻഷൻ അടിച്ച സമയമായിരുന്നു. എന്തായാലും ചേച്ചിക്ക് പെയിൻ വന്നതിന് ശേഷമാണ് നമ്മൾ രാവിലെ ഡോക്ടറെ അടുത്തേക്ക് വന്നത്. ഏകദേശം ഒരു ഉച്ചയ്ക്ക് 3 to 8 മണി വരെ ഉള്ളിലായിരിക്കും പ്രസവം എന്ന് പറഞ്ഞത്. പക്ഷേ ചേച്ചി 4 മണിയാകുമ്പോഴേക്കും പ്രസവിച്ചു. ചേച്ചിനെ അവിടെ ഇങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ ഉള്ളിൽ ചേച്ചി കരയുന്ന സൗണ്ട് പുറത്തേക്ക് വരെ കേൾക്കുന്നുണ്ടായിരുന്നു. ചേച്ചിനെ കൂടുതലായിട്ട് വേദനിപ്പിക്കാണ്ട് നമ്മുടെ ഈ ആശ്വിക്കുട്ടി പുറത്തേക്ക് വന്നു കേട്ടോ. കഴിഞ്ഞപ്പോ എന്ത് രസമായിരുന്നു അറിയാലോ, ഏഞ്ചലിന്റെ മായി ഉണ്ടായിരുന്നു വാവനൊക്കെ. ആ ഒരു സമയത്ത് മേമയുടെ കുട്ടികളുണ്ടായിരുന്നു. അപ്പൊ കുറെ കാലത്തിന് ശേഷമാണ് ഞങ്ങളെ ഫാമിലിയിൽ നിന്ന് ഒരു കുഞ്ഞു അവനെ കാണുന്നത്. എല്ലാ സന്തോഷം ഞങ്ങളെ മുഖത്ത് അപ്പോഴേ ഉണ്ടായിരുന്നു കേട്ടോ. അന്ന് ഞങ്ങൾ താഴെ കടയിൽ പോയിട്ട് എല്ലാവർക്കും സ്വീറ്റ്സ് ഒക്കെ വാങ്ങി കൊടുത്തു. അതുവരെ ഉണ്ടായിരുന്ന ടെൻഷനും സങ്കടമൊക്കെ ആ ഒരു മുഖം കണ്ട് കണ്ടു കഴിഞ്ഞപ്പോ എല്ലാം അങ്ങോട്ട് പോയി. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഹാപ്പിനെസ് ആയിരുന്നു. അതിനുശേഷം ചേച്ചിയുടെ അമ്മ വാവയ്ക്ക് പാല് കൊടുക്കാനുണ്ടായിരുന്നത്. പിന്നെ ആകെ ടയേർഡായിരുന്നു. ഞങ്ങള് റൂമിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോ. നോർമൽ ഡെലിവറി ആയതുകൊണ്ട് തന്നെ ചേച്ചിക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. കിച്ചണിൽ വെച്ച് കുഞ്ഞുമാരുടെ അടുത്ത് മാറുണ്ടായിരുന്നു. അവർക്കൊക്കെ ഭയങ്കര സന്തോഷമായിട്ട് അവരിങ്ങനെ അവളുടെ അടുത്ത് തന്നെ ആയിരുന്നു. അതിനുശേഷം ഞാനും കണ്ടനും പോയിട്ട് കുഞ്ഞുമാവിക്കുള്ള ഒരു കുട്ടി ഉടുപ്പ് മേടിച്ചിട്ട് വന്നു. അവള് ഫസ്റ്റ് ഇട്ടത് ഞാൻ മേടിച്ചു കൊടുത്ത ഉടുപ്പായിരുന്നു. അതിനുശേഷം അവളെ NICUക്ക് കൊണ്ടാണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനും അമ്മയും കൂടി NICUക്ക് പോയി. ഓക്കെ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. കുട്ടിക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, കുട്ടി ഓക്കെ ആയിരുന്നു. പിന്നെ സത്യം പറഞ്ഞാൽ അവളുടെ അടുത്ത് മാറി നിൽക്കാനേ തോന്നിയിട്ടുണ്ടായിരുന്നു. അവളിങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കാനേ തോന്നി. ആളെന്തായാലും ഫസ്റ്റ് കുറെ ദിവസം ഭയങ്കര ഉറക്കായിരുന്നു കേട്ടോ. ഇടയ്ക്കൊന്ന് പാല് കുടിക്കാൻ വേണ്ടി കരയും, അത്രേ ഉണ്ടായിരുന്നിട്ടുള്ളൂ. ഞാൻ അവളെ അല്ലീന്ന് വിളിക്കാൻ തുടങ്ങി. അവൾക്ക് ഞങ്ങൾ ഇവിടെ അല്ലീന്ന് വിളിപ്പേരായിട്ടിട്ടു. അപ്പൊ ഗൈസ്, ഞാൻ പോയച്ചു വരാം. ബൈ.